പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ. അല്പസമയത്തെ വചനധ്യാനത്തിനായി നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചുമിരിക്കുന്നു. ആമേൻ. സ്തോത്രം. 2025 ആദ്യ നാളുകളിൽ ഫലം കായ്പാൻ ആഗ്രഹിച്ച് ഇച്ഛിച്ച് ദൈവസന്നിധി തീരുമാനമെടുത്തിട്ട് അതിനെ നടപ്പിലാക്കുവാൻ കഴിയാതെ, അതിനെ പൂർത്തീകരണ പദത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയാതെ, അല്ല എങ്കിൽ അതിലൊരു സ്റ്റെപ്പ് പോലും എടുത്തു വയ്ക്കുവാൻ കഴിയാതെ വേണം ഭാരത്തോടെ ആയിരിക്കുന്ന ദൈവമക്കളോടാണ് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ആലോചന അറിയിക്കുന്നത്. വചന ഇപ്രകാരമാണ് വായിച്ചത്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളെ ആക്കി വച്ചുമിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോ സ്തോത്രം, ഈ വചനം ഒത്തിരി ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കേട്ടതാവാം, വർഷങ്ങൾക്ക് മുമ്പ് ദൈവാത്മാവ് നിങ്ങളോട് ഇടപെട്ടതാകാം, അല്ലെങ്കിൽ സ്തോത്രം പ്രവാചക ശബ്ദത്തിലൂടെ ദൈവാത്മാവ് നിങ്ങളോട് ഇടപെട്ടിട്ടുണ്ടാകാം. വചനം എടുത്ത് വായിക്കുന്ന വേളയെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് പ്രേരണ തന്ന് വായിച്ചൊരു വചനമായിരിക്കാം. ആ പ്രേരണയുടെ അടിസ്ഥാനത്തിൽ, ആ കേട്ട കേൾവിയുടെ അടിസ്ഥാനത്തിൽ 2025 ഞാൻ നല്ല ഫലം കായ്ക്കുമെന്ന് തീരുമാനമെടുത്ത ചില വ്യക്തികൾ ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്നുണ്ട്. അവരോടായിട്ടാണ് ഈ ആലോചന. സ്തോത്ര. നല്ല ഫലം എന്നാണ് വചനം പറയുന്നത്. ചീത്ത വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലം പുറത്തു വരത്തില്ല, നല്ല വൃക്ഷത്തിൽ നിന്ന് ചീത്ത ഫലവും പുറത്തു വരത്തില്ല. സ്തോത്രം. നമ്മളെല്ലാവരും നല്ല ഫലം കായ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ നല്ല ഫലം കായ്പാൻ ഏത് വ്യക്തി ആഗ്രഹിക്കുന്നുവോ അവിടെ പ്രശ്നം ഉണ്ട്. സ്തോത്ര. നല്ല ഫലം കായ്പാൻ തക്കവണ്ണം ആഗ്രഹിച്ച് ഞാൻ എന്ന് തീരുമാനമെടുത്തോ, ഞാൻ എന്ന് മാറിയിരുന്നു തുടങ്ങിയോ, ഞാൻ എന്ന് ക്രിസ്തുവിനോട് ചേർന്നിരുന്നു തുടങ്ങിയോ, അന്ന് മുതൽ എൻ്റെ ജീവിതത്തിനകത്ത് പ്രയാസമാ, കഷ്ടതയാ, വേദനയാ. ആ ഭാരപ്പെടുന്ന വ്യക്തികളോട് കർത്താവിന്റെ വചനം ഇപ്രകാരം പറയുക. നീ ഫലം കായ്ക്കുന്ന വ്യക്തിയാണോ ദൈവ പൈതലെ? നിന്റെ ജീവിതത്തിനകത്ത് ഒരു ചീകലുണ്ട്. സ്തോത്ര. ഒരു ചെത്തി വെടിപ്പാക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. വചനം ഇപ്രകാരമാണ് പറയുന്നത്. ഹല്ലേലൂയ. ഫലം കായ്ക്കുന്നത് അത് അധികം ഫലം കായ്ക്കേണ്ടതിന് അതിനെ ചെത്തി വെടിപ്പാക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവ പൈതലെ നീ പോലും അറിയാതെ ക്രിസ്തുവിനോട് ചേർന്നിരുന്ന നിമിഷം മുതൽ നല്ല ഫലം നിന്നിൽ നിന്ന് പുറപ്പെട്ടു എന്ന് കണ്ടിട്ട്, സ്തോത്രം, നിന്നിൽ നിന്ന് നല്ല ഫലം പുറപ്പെട്ടു എന്ന് കണ്ടിട്ട് ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്ത് അധികമായി ചില ചെത്തലുകൾ കടന്നു വന്നു. എന്തിനെന്നറിയാമോ? പിന്നെയും അധികമായി ഫലം കായ്ക്കുക. അത് കണ്ടിട്ട് ഹല്ലേലൂയ, സ്തോത്രം, വളരെ ഭാരത്തോടെ കർത്താവേ, ഞാൻ ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നപ്പോ എനിക്ക് ചീകലാണല്ലോ, എനിക്ക് പ്രയാസമാണല്ലോ, എനിക്ക് വേദനയാണല്ലോ കടന്നു വരുന്നതെന്ന് പറഞ്ഞ് ആരെങ്കിലും പിറകിലോട്ട് കാലെടുത്ത് വച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കാലം വചന വെളിപ്പാടിൽ ഒരു കാര്യം പറയാം ദൈവ പൈതലെ, അതൊരു പ്രോസസ്സാണ്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി ഫലം കായ്പാ നമ്മൾ ഇച്ഛിക്കുമ്പോ നമ്മൾ അതിനു വേണ്ടി മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോ കടന്നു വരുന്ന ഒരു പ്രോസസ്സാണ്. നമ്മളെ നന്നായി ഒന്ന് ഹല്ലേലൂയ ചീകി ഒന്നും കൂടെ നന്നായി ഫലം കായ്ക്കത്തക്കരുത് ഹല്ലേലൂയ ഒരു നല്ലൊരു വൃക്ഷമായി തീർക്കുക. സ്തോത്ര. വൃക്ഷത്തെ പരിപാലിക്കുക മാത്രമല്ല ഒരു ഉടയവൻ ചെയ്യുന്നത്. ഉടയവന് നട്ട് അതിനെ പരിപാലിക്കുമ്പോഴും വെള്ളം കൊടുക്കുമ്പോഴും ആ ഉടയവൻ അറിയാം ഒരു സമയമാകുമ്പോൾ ഇതിനൊരു ചീകലും കൂടെ ആവശ്യമാണ്. അതിനെ ചെത്തി വെടിപ്പാക്കിയാൽ മാത്രമേ അതിന്റെ സമയമാകുമ്പോൾ, അതിന്റെ സീസൺ ആകുമ്പോൾ അതിൽ നിന്ന് നല്ല ഫലങ്ങൾ പുറത്തു വരത്തുള്ളൂ. ഹല്ലേലൂയ. നിന്നിൽ നല്ല ഇലകൾ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ട് ആ ഉടയവൻ മാറിപ്പോകത്തില്ല. ഇല ഉണ്ടല്ലോ, അതുകൊണ്ട് ആ വൃക്ഷം അങ്ങനെ നിൽക്കട്ടെ എന്ന് ചിന്തിക്കത്തില്ല. ഇല ഉണ്ടായിട്ട് കാര്യമില്ല ദൈവമക്കള്. മറ്റുള്ളവർ കാണത്തക്കരുതുള്ള ഭംഗിയോടെ പച്ചയോടെ നമ്മൾ നിന്നിട്ട് കാര്യമില്ല. നമ്മളിൽ നിന്ന് ഉടയവൻ ആഗ്രഹിക്കുന്ന എന്തെന്നറിയാമോ? നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കണമെന്ന്. സ്തോത്ര. വചന ഇപ്രകാരമാണ് പറയുന്നത്. ഹല്ലേലൂയ. കൊമ്പിനെ മുന്തിരിവള്ളിയോട് ചേർന്നിട്ടല്ലാതെ സ്വയമായി ഫലം കായ്പാൻ കഴിയാത്തതുപോലെ ഒരുവന് ക്രിസ്തുവിനോട് ചേർന്നിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയത്തില്ല. പ്രത്യേക ശ്രദ്ധിക്കണം. നല്ല ഫലങ്ങളെ പുറപ്പെടുവിപ്പാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി കാലം നല്ല ഫലം പുറപ്പെടുവിപ്പാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മടങ്ങി വാ. കഷ്ടതകളും പ്രയാസങ്ങളും കണ്ടിട്ട് പിറകിലോട്ട് പോകരുത്. ഉടയവൻ നിന്നെ ഒന്ന് ചെത്തി വെടിപ്പാക്കുന്നത് കണ്ടിട്ട് പിറകിലോട്ട് പോകരുത്. നിന്നെ തള്ളിക്കളയാനോ, നിന്നെ ഹല്ലേലൂയ നശിപ്പിച്ച് കളയാനോ അല്ല ചീകൽ കടന്നു വരുന്നത്. നീ അധികമായി ഫലം കായ്ക്കേണ്ടതിനാ. ഹല്ലേലൂയ.
രണ്ടാമത് സ്തോത്രം പലപ്പോഴും നല്ല ഫലങ്ങൾ കായ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പിറകിലോട്ട് പോകുന്നതിന് പറയുന്ന ഒരു റീസണാണ് സ്തോത്രം ലോകം എന്നെ പകയ്ക്കുക. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുകയാണ്, നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്ത് നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ ഒരു തിരഞ്ഞെടുപ്പ് നമ്മളെ തലമേലുണ്ട്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്തിനാ? നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കാനാ. ആ നല്ല ഫലം പുറപ്പെടുവിക്കാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെയാണ് 2025 നമ്മളും കാലെടുത്ത് വെച്ചത്. പക്ഷെ നമ്മൾ ലോകത്തിലേക്ക് ഒന്ന് നോക്കി. ലോകത്തിൽ നോക്കിയപ്പോ ദൈവത്തോട് നമ്മൾ ചേർന്നപ്പോൾ ലോകം നമ്മളെ പകയ്ക്കുന്നതാ കണ്ടത്. പ്രയാസപ്പെടുത്തുന്നത്, ഉറ്റവരുടയവനെ മാറ്റി നിർത്തുന്നത്, ലോകത്തിന്റെ പകപ്പ് നമ്മൾ കണ്ടപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫലം കായ്ക്കുന്നതെന്ന് പിറകിലോട്ട് കടന്നു വന്നു മാറി നിന്നു. ഇന്ന് രാത്രികാലം വചനം പറയുക, സ്തോത്രം, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുക. ഹല്ലേലൂയ. ദൈവ പൈതലെ, തെരഞ്ഞെടുപ്പിനകത്ത് എന്ന് നമ്മൾ കയറിയോ അന്ന് മുതൽ ലോകം നമ്മളെ പകയ്ക്കാൻ തുടങ്ങും. ലോകത്തിന് നമ്മളെ സ്നേഹിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടെന്നറിയാമോ? നീ ലോകക്കാരനല്ല കേട്ടോ. നല്ല ഫലങ്ങൾ പുറപ്പെടുവിപ്പാൻ തക്കവണ്ണം സർവകൃപാലുവായ ദൈവം എന്നെ നിങ്ങളെയോ സ്തോത്രം ഈ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നമ്മളെ പകയ്ക്കുന്നതാ. അതുകൊണ്ട് അത് കണ്ട് നമ്മൾ പിറകിലോട്ട് ഭാരത്തോടെ മാറിയിരിക്കരുത്. എന്ന് രാത്രികാലം ലോകം പകച്ചാലോ ചീകലുകൾ കടന്നു വന്നാലോ പ്രയാസങ്ങൾ കടന്നു വന്നാലോ പിറകിലോട്ട് മാറിപ്പോകാതെ ക്രിസ്തുവിനോട് തന്നെ ചേർന്നിരിക്കാൻ തയ്യാറാകുമെന്നെങ്കിൽ കർത്താവ് എന്തിനാണോ നമ്മളെ തിരഞ്ഞെടുത്തത് അതിന്റെ പൂർത്തീകരണ പദത്തിലേക്ക് എന്റെ ദൈവം നമ്മളെ കൊണ്ടെത്തിക്കുവാനായിട്ട് ഇടയായിത്തരും. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുക, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നല്ല ഫലം കായ്പാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ ആക്കി വച്ചിരിക്കുക. ഇന്ന് രാത്രികാലം നല്ല വൃക്ഷമായിരുന്ന് നല്ല ഫലം കായ്പാൻ തക്കവണ്ണം അനേകരെ ക്രിസ്തുവിലേക്ക് നയിപ്പാൻ തക്കവണ്ണം അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരു വെളിച്ചമായി തീരുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് എന്നെ നിങ്ങളെ തിരഞ്ഞെടുത്ത് ആക്കി വെച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം ലോകത്തെ കണ്ട്, ലോകത്തിന്റെ പകപ്പുകളെ കണ്ട്, സ്തോത്രം, ചെത്തി വെടിപ്പാക്കലുകളെ കണ്ട്, കഷ്ടതകളെ, പീഡകളെ, വേദനകളെ കണ്ട് ദൈവവേദന ദൈവസ്ഥാനിൽ നിന്ന് ആരും പിറകിലോട്ട് പോകരുത്. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയത്തില്ല. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനാണ്. ദൈവത്തിന് വേണ്ടി ഫലം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാനാണ് ആരെങ്കിലും ഈ 2025 ആഗ്രഹിക്കുന്നതെങ്കിൽ സ്തോത്രം, എന്ത് പ്രയാസം കടന്നു വന്നാലും ആ മുന്തിരി വള്ളിയോടൊന്ന് ചേർന്നിരിപ്പാൻ തയ്യാറാകുമെങ്കിൽ പരിശുദ്ധാത്മ വചന വെളിപ്പാട് വ്യക്തമായ ആലോചന പറയുക, ദൈവം ചിലരെ പ്രയോജനപ്പെടുത്താൻ പോകുക. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം സ്തോത്ര അല്പസമയം ദൈവാത്മാവ് നമ്മളോട് സംസാരിച്ചുവല്ലോ. വചനം ഇപ്രകാരമാണ് പറയുന്നത്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ തിരഞ്ഞെടുത്തത്? പോയി ഫലം കായ്പാനാ. ഹല്ലേലൂയ. ഈ തെരഞ്ഞെടുപ്പിനകത്ത് കയറിയപ്പോ സ്തോത്രം എന്തൊക്കെ ഉണ്ട്? സ്തോത്രം, ലോകം നമ്മളെ പകയ്ക്കും. ഹല്ലേലൂയ. ലോകം പകയ്ക്കുക മാത്രമല്ല ഒരു ചെത്തി വെടിപ്പാക്കൽ നമ്മുടെ ജീവിതത്തിനകത്ത് നടക്കുക. പ്രയാസമേറിയ, കഷ്ടതയേറിയ, പ്രതികൂലമേറിയ അനുഭവങ്ങളിലൂടെ ദൈവപൈതലെ നമ്മൾ കടന്നുപോയെന്ന് വരാം. എന്നാൽ മാത്രമേ അനേകരെ ക്രിസ്തുവിലേക്ക് നമുക്ക് നയിക്കുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രികാലം ഈ വചനം ആർക്കെങ്കിലും അവരോടെങ്കിലും ദൈവാത്മാവ് ഇടപെടുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവസ്ഥാനത്തിലേക്ക് ഒന്ന് മടങ്ങുക. ദൈവം നിന്നെ ശക്തമായി പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവിന്റെ വചനം പറയാ, നീ എന്റെ കയ്യിലെ വെൺമടുക യുദ്ധത്തിനുള്ള ആയുധങ്ങളാ. ഇന്ന് രാത്രികാലം ദൈവവേദന നമ്മളെ തെരഞ്ഞെടുത്ത് ആക്കി വച്ചിരിക്കുന്നത് കർത്താവിന്റെ കരത്തിൽ ഒരു വെൺമഴുകാക്കിയ യുദ്ധത്തിനുള്ള ആയുധമാക്കിയ. ഇന്ന് രാത്രികാലം അത് കണ്ടുകൊണ്ട് പിശാചും മിണ്ടാതെ ഇരിക്കത്തില്ല. നിന്നെ എങ്ങനെ പിറകിലോട്ട് പിടിച്ചു വലിക്കുക, കർത്താവിനോട് ചേരാതിരിപ്പാൻ തക്കവണ്ണം കഷ്ടങ്ങളും വേദനകളും പ്രയാസങ്ങളും കടത്തിവിടുമ്പോൾ ഇന്ന് രാത്രികാലം സ്തോത്രം അതൊന്നും സാരമാക്കാതെ നീ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ട് പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ, വിശുദ്ധിയോടെ, വേർപാടോടെ ഒന്ന് മാറിയിരുന്നു തുടങ്ങ്. എന്റെ ക്രിസ്തുവിനോട് ചേർന്നിരുന്നു തുടങ്ങ്. ദൈവവൈതലേ, എന്റെ കർത്താവ് നിന്നെ ഫലം കായ്ക്കുമാറാക്കുക. എന്റെ കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തതിന്റെ പൂർത്തീകരണ പദത്തിലേക്ക് ദൈവമായ കർത്താവ്
കർത്താവ് കൊണ്ടുവരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം ഈ വചനത്തിന് മുമ്പാകെ നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാമോ? ഹല്ലേലൂയ. കാരണവനായ നല്ല കർത്താവേ, ആമേൻ, ഇന്നലെ രാത്രി സമയത്തിനായി നന്ദി പിതാവേ. ആമേ, ഹല്ലേലൂയ. ഞങ്ങൾ നിന്നെ തിരഞ്ഞെടുത്തതല്ലപ്പാ, അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തു. ആമേ, പോയി ഫലം കായ്പാ ഞങ്ങളെ ആക്കി വച്ചിരിക്കുമ്പോ ഇന്ന് രാത്രി കാലം ആമേ പലവിധമാകുന്ന ചെത്തലുകൾ, ചീകലുകൾ, പ്രയാസങ്ങൾ കണ്ടിട്ട് ആമേൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് ആമേൻ ഈ കഷ്ടത കണ്ടിട്ട് പിറകിലോട്ട് ആമേ മാറിയിരിക്കുന്ന ചില ദൈവമക്കളുണ്ട്. ഇന്ന് രാത്രി കാലം എന്റെ ദൈവം അവരെ ഈ വചനത്താൽ ബലപ്പെടുത്തണ കർത്താവേ. ഇത് ദൈവത്തിന്റെ ഈ പ്രോസസ്സിനകത്തുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് മടങ്ങി വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് അവരെ കൃപ ചെയ്യുമാറാകണമേ. ആമേൻ ദൈവമേ, ഈ തെരഞ്ഞെടുപ്പിനകത്ത് കയറി കഴിഞ്ഞ ആമേ പകപ്പുണ്ടെന്ന് മനസ്സിലാക്കുക, ലോകം നിങ്ങളെ സ്നേഹിക്കത്തില്ലെന്ന് മനസ്സിലാക്കുക. അങ്ങയുടെ മക്കളുടെ ഹൃദയത്തിനകത്ത് ദൈവാത്മാവ് ഇന്ന് രാത്രികാലം ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേ, പ്രാർത്ഥിച്ച സകല വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.